വേദവ്യാസ ഋഷി അനുഷ്ടുപ് ഛന്ദ ശ്രീ വിശ്വരൂപോ മഹാവിഷ്ണുർദേവതാ ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവപ്രഭു ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ സർവശർവശിവസ്ഥാണുർഭൂതാദിർനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര. ഇത്ര വരെയുള്ള ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞത്. ഇനി അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ പറയണം. അടുത്തത് സ്വയംഭൂശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമ എന്നാണ് വരിക. അപ്പൊ അവിടെ പദങ്ങൾ വരുന്നത് ഏതൊക്കെയാണ്? സ്വയംഭൂ, ശംഭു, ആദിത്യ, പുഷ്കരാക്ഷ, മഹാസ്വന, അനാദിനിധന, ധാതാ, വിധാതാ, ധാതുരുത്തമ. ഇങ്ങനെയാണ് പദങ്ങൾ വരുന്നത്. അപ്പൊ അതിൽ ഓരോന്നിന്റെ ആയിട്ട് നമുക്ക് അർത്ഥങ്ങൾ നോക്കണം. ആദ്യത്തത് സ്വയംഭൂ എന്നാണ്. സ്വയംഭൂ, ഇത് ഭൂ എന്നുള്ളത് ഊകാരാന്തായിട്ടുള്ള രൂപമാണ്. ഭൂ, ഭുവ, ഭുവ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ. അത് ആണ്. അപ്പൊ അവിടെ ഭൂ എന്നുള്ളതിന്റെ ചതുർത്ഥി എന്ന് പറയുന്നത് ഭുവേ എന്നാണ്. അപ്പോ നാമപദം വരുമ്പോ സ്വയംഭുവേ നമ എന്ന് വരും. സ്വയംഭൂ എന്നാണ് പദം. അതിന്റെ നാമമായിട്ട് ഉച്ചരിക്കുമ്പോ സ്വയംഭുവേ നമ എന്ന് വരും. അപ്പൊ സ്വയംഭൂ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? സ്വയം ഭൂ, ഭൂ എന്ന് പറഞ്ഞാൽ ഭൂജാതനാവുക എന്നൊക്കെ അർത്ഥം. അതായത് ഭൂ ഉണ്ടാവുക, സ്വയം ഉണ്ടാവുന്നവൻ എന്നർത്ഥം. സ്വയം പ്രത്യക്ഷപ്പെടുന്നവൻ, സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി വരുന്നവൻ. അപ്പോ കാരണക്കാരനും അവനവൻ തന്നെ ആയിട്ടുള്ള ആളെന്നർത്ഥം. വേറൊരാൾ ഉണ്ടാക്കിയതല്ല, അവനവൻ സ്വന്തമായിട്ട് തന്നെ ഉണ്ടായതാണ്. അതാണ് സ്വയംഭൂ എന്നുള്ള അർത്ഥം. എല്ലാ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നത്, പല ഫലങ്ങളും ഉണ്ടല്ലോ. ആ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? അത് ഏറ്റവും അപ്പുറത്തുള്ള കാരണമാണ്. അതിന് വേറൊരു വിഷയങ്ങളില്ല, അതിന് വേറൊരു കാരണമില്ല എന്നർത്ഥം. അങ്ങനെയുള്ള കാരണം, ആ ആത്യന്തികമായിട്ടുള്ള കാരണം, അതുകൊണ്ടൊക്കെയാണ് സ്വയംഭൂ എന്ന് പറയുന്നത്. അടുത്തത് സ്വയംഭുവേ എന്ന് ഞാൻ പറഞ്ഞു.
അടുത്തത് ശംഭു എന്നാണ് രൂപം വരിക. ശംഭു അത് ഉകാരാന്തായിട്ടുള്ള രൂപമാണ്. ശംഭു, ശംഭു, ശംഭവ എന്നുള്ള ഉകാരാന്തായിട്ടുള്ള രൂപമാണ്. അവിടെ നാമം വരിക ശംഭവേ എന്നാണ്. അപ്പോ ചതുർത്ഥിയായിട്ടുള്ള രൂപം ശംഭവേ എന്നാണ്. ഇപ്പൊ ശംഭവേ നമ. ഈ ചതുർത്ഥി എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, അങ്ങനെ 7 രൂപങ്ങൾ വരുന്നതിൽ 4ാമത്തെ ചതുർത്ഥി. അതായിട്ടാണ് സാധാരണ ഈ അർച്ചിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് നാരായണായ നമ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് വരിക. അതാണ് ശംഭു എന്നുള്ള നാമം. അതിന് ശംഭവേ നമ എന്നാണ് നാമം ആയിട്ട് വരിക. ശംഭു എന്നുള്ള ഈ സ്തോത്രത്തിൽ വരുന്ന ഭാഗം അത് നാമം ആയിട്ട് വരുമ്പോൾ ശംഭവേ നമ എന്ന് വരും. ഈ ശംഭു എന്നുള്ള വാക്കിന് സാധാരണ ശിവന്റെ ഒരു പേരായിട്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ശിവന്റെ പേരൊക്കെ തന്നെയാണ്, അതേ ഉദ്ദേശങ്ങളൊക്കെ വരുന്ന വിഷയം. അതാണ് ഐശ്വര്യം എന്നുള്ള, അതിനെ കൊണ്ടുവരുന്നയാള് എന്നൊരർത്ഥമുണ്ട് ശംഭു എന്നുള്ളതിന്. അതായത് ഭക്തന്മാർക്ക് വേണ്ടിയിട്ട്, ഭക്തന്മാർക്ക് വേണ്ടതായിട്ടുള്ള ഈ 2 തരത്തിലുള്ള ആവശ്യങ്ങൾ പൊതുവെ ഉണ്ടാവും. ഐശ്വര്യങ്ങള്, ബാഹ്യമായിട്ടുള്ള ഐശ്വര്യം, അതുപോലെ ആന്തരികമായിട്ടുള്ള ഐശ്വര്യം, ഇങ്ങനെയുള്ള 2 തരത്തിലുള്ള ഐശ്വര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടുതരുന്നയാള് എന്നർത്ഥം. അപ്പോ വിഷ്ണു ശിവൻ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ഈ പദങ്ങളൊക്കെ നമുക്ക് ഉപകരിക്കും. ഇതൊക്കെ 2 രൂപങ്ങളല്ല, 2 തരം അസ്തിത്വങ്ങളല്ല, ഇതൊക്കെ ഒന്നിൽ തന്നെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ സ്വയംഭൂ ശംഭു, സ്വയംഭൂ ആയി ശംഭു ആയി. പിന്നെ അത് കൂടിയിട്ട് വരുമ്പോ സ്വയംഭൂ ശംഭു എന്ന് കൂട്ടി ചൊല്ലാം. സ്വയംഭൂ വിസർഗം, അത് ആ വിസർഗം സകാരായി മാറും, പിന്നെ ശകാരായിട്ട് മാറും. അതിനൊക്കെ ഓരോരോ സൂത്രങ്ങളുണ്ട്. അപ്പം സ്വയംഭൂസ്, സ്വയംഭൂശ്, ശംഭു ആവുകയാണ്. അങ്ങനെ സ്വയംഭൂ ശംഭു എന്നായി. അടുത്തത് ആദിത്യ എന്നാണ്. സ്വയംഭൂ ശംഭുരാദിത്യ. ആദിത്യ എന്ന് പറഞ്ഞാല് സാധാരണ നമുക്കറിയാം പിന്നെ സൂര്യൻ എന്നുള്ളൊരർത്ഥമാണ്. അപ്പോ സൗരയൂഥത്തില് ഏറ്റവും തിളങ്ങുന്നത് സൂര്യനാണല്ലോ. അതേപോലെ ഈ ബ്രഹ്മാണ്ടത്തിൽ എന്നൊക്കെ പറയാം, അവിടെ ഏറ്റവും തിളങ്ങുന്നതായിട്ടുള്ള, ഏറ്റവും കേന്ദ്രബിന്ദുവായിട്ടുള്ളത് അതാണ് ആ ഒരർത്ഥത്തിൽ വരുന്നത് പുരുഷൻ എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ആദിത്യം. അപ്പൊ സൗരയൂഥത്തില് സ്വർണ്ണ തേജസ്സോടു കൂടി നിൽക്കുന്ന ആ സത്യം, അതാണ്, അതുകൊണ്ടാണ് ആദിത്യ എന്നൊരു പേര്. അപ്പോ 12 ആദിത്യന്മാരുണ്ട്. ആ 12 ആദിത്യന്മാരില് സാധാരണ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ദ്വാദശാദിത്യന്മാര് എന്ന്. അതിൽ ഒരാള് വിഷ്ണുവാണ്. ഈ 12 ആദിത്യന്മാരിൽ ഒന്ന് വിഷ്ണുവാണ്. ആദിത്യാനാം അഹം ശംഭു എന്നുണ്ട്, ആദിത്യാനാം അഹം വിഷ്ണു എന്നൊക്കെ പലതരത്തിലുണ്ട്. ആദിത്യ ശംഭു എന്നും പറയും. ഈ ഭാഗവതത്തിലൊക്കെ ഉണ്ട് ആദിത്യാനാം അഹം വിഷ്ണു. ഭഗവത്ഗീതയിലുണ്ടോ സംശയം. അപ്പൊ ഏതായാലും ഇതിലൊക്കെ ഉണ്ട്. ആദിത്യൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് വേറൊരു അർത്ഥമുണ്ട്. അതിഥിയായി ബന്ധപ്പെട്ടൊരു പേരും പറയാം. അതിഥിയുടെ പുത്രൻ, അതിഥയെ അയം പുമാൻ, അതിഥി ആദിത്യ, അങ്ങനെ ഒരു പറയും, അതിഥിയുടെ പുത്രൻ. അപ്പോ അതിഥിയുടെ പുത്രനായിട്ട് ഭഗവാൻ ജനിച്ചിട്ടുണ്ട്. ഈ വാമനാവതാരം, വാമനൻ അതിഥിയുടെ മകനായിട്ടാണല്ലോ ജനിച്ചത്. അങ്ങനെയൊക്കെ ഉണ്ട് ആദിത്യ എന്നുള്ള അർത്ഥം. പിന്നെ ഈ നല്ല ശോഭയോട് കൂടിയാന്നൊരർത്ഥമുണ്ട്. സൂര്യനെ പോലെ ശോഭയുള്ള ആള് എന്നർത്ഥം. സൂര്യനെ പോലെ എന്ന് പറയണ്ട, അതിനേക്കാൾ മേലെയാണ്. എന്തായാലും അങ്ങനെ സൂര്യന്മാരുടെ ശോഭയോട് കൂടിയാന്നാണ്, അങ്ങനെയാണല്ലോ. ഭാസ്വൽ സഹസ്രപ്രഭം എന്നാണല്ലോ. 1000-ലധികം സൂര്യന്മാരുടെ ശോഭയോട് കൂടിയാന്നൊരു ഇതാണല്ലോ പറയാ. അപ്പൊ സൂര്യന്റെ പ്രത്യേകത വേറെയുണ്ട്. സൂര്യൻ എന്ന് പറഞ്ഞാല് പിന്നെ മറ്റുള്ള ചന്ദ്രന് അടക്കം പ്രകാശം കൊടുക്കുന്നയാളാണ്. ആ ചന്ദ്രൻ അടക്കം പ്രകാശിക്കുന്നത് സൂര്യന്റെ പ്രകാശം കൊണ്ടാണ് എന്ന് നമ്മളൊക്കെ പറയും. അപ്പൊ അതേപോലെ ഈ ലോകത്തിലുള്ള എല്ലാ ജീവികൾക്കും എല്ലാം കൊടുക്കുന്നത്, അവര് എങ്ങനെയാണോ ഒരു ജീവനോട് കൂടി ഇരിക്കുന്നത്,
അതിനൊക്കെ കാരണമായിട്ടുള്ള ആള്, അതിനൊക്കെ വേണ്ട ചൈതന്യം കൊടുക്കുന്നത് എന്നുള്ള അർത്ഥത്തിലും വിഷ്ണുവിന് ആദിത്യ എന്നുള്ള പേര്. അപ്പോ സ്വയംഭൂ ശംഭു, സ്വയംഭൂ ശംഭു. അടുത്തത് ആദിത്യ. ആദിത്യ എന്നുള്ളതിന്റെ ചതുർത്ഥിയായിട്ടുള്ള രൂപം ആദിത്യായ എന്നാണ്. അപ്പോ ആദിത്യായ നമ. അപ്പോ സ്വയംഭൂ ശംഭു ആദിത്യ. അപ്പൊ ശംഭു എന്നുള്ള വിസർഗം ഉണ്ടല്ലോ, ആ ശംഭു എന്നുള്ള വിസർഗവും അടുത്തത് ആദിത്യ എന്നുള്ളതും കൂടി കൂടുന്ന സമയത്ത് ആ വിസർഗത്തിന് ആദ്യം സ് എന്ന് വരും, വിസർജനീയസ്യ സ എന്ന സൂത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ഒരു സകാരത്തിന് ര് എന്ന് വരാനൊരു സൂത്രമുണ്ട്. അപ്പൊ അങ്ങനെ സ് ര് ആവും, സ്വയംഭൂ ശംഭു ര് എന്നാവും. പിന്നെ ആദിത്യ ര് രാദിത്യ എന്നാവും. അങ്ങനെയാണ് സ്വയംഭൂ ശംഭുരാദിത്യ എന്ന് വരുന്നത് എന്നർത്ഥം. സ്വയംഭൂ ശംഭുരാദിത്യ. പിന്നെ പുഷ്കരാക്ഷ. പുഷ്കരാക്ഷ, പുഷ്ക രാക്ഷ, പുഷ്ക രാക്ഷ, വിസർഗോ പുഷ്കരാക്ഷ. എന്താണ് പുഷ്കരാക്ഷ? പുഷ്കരാക്ഷൻ എന്ന് പറഞ്ഞാൽ പുഷ്കരം എന്നുള്ള വാക്കിന് എന്താണ്? പുഷ്കരം എന്ന് പറഞ്ഞ താമരയുടെ ഒരു പര്യായമാണ് പുഷ്കരം. അപ്പൊ താമര അക്ഷം, അക്ഷം എന്ന് പറഞ്ഞാല് കണ്ണാണ്. അപ്പൊ പുഷ്കരത്തിൻ്റെതുപോലെ കണ്ണ് ഉള്ള എന്നർത്ഥം, പുഷ്കരാക്ഷൻ. പിന്നെ സാധാരണ നമുക്കൊക്കെ സന്തോഷം, സമാധാനം, ഇതൊക്കെ ഒരു മനുഷ്യനെ നോക്കിയാൽ എവിടെ നോക്കിയാലാ സാധാരണ ഒരാളുടെ സന്തോഷമുണ്ടോ ദുഃഖമുണ്ടോ എന്നൊക്കെ മനസ്സിലാവുക? സാധാരണ പറയും മുഖത്ത് നോക്കുകയല്ല, മുഖത്ത് എന്ന് വെച്ചാൽ മുഖത്തിന്റെ പ്രധാനപ്പെട്ടത് കണ്ണാണ്, ആ കണ്ണിൽ നോക്കുകയാണ് വേണ്ടതെന്ന് പറയും. എല്ലാത്തിനും കണ്ണ് തന്നെയാണ് പ്രധാനം. ഇപ്പോ നമ്മൾ പറയാറുണ്ട് പലരും, ഈ എതിരാളികൾ യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് അവരുടെ ആയുധത്തിലല്ല നോക്കേണ്ടത്, അവരുടെ ആയുധം അവനവന്റെ മേല് എവിടെ വരും അതിനനുസരിച്ച് തടുക്കാം എന്നല്ല കരുതേണ്ടത്, അവരുടെ കണ്ണിലേക്കാണ് നോക്കേണ്ടത് പറയും. കണ്ണിൽ നോക്കിയാൽ മനസ്സിലാവും ആ ആള് ഏത് ഭാഗത്തേക്കാണ് അടിക്കാൻ നോക്കുക എന്നുള്ളത് മനസ്സിലാവും പറയും. അപ്പൊ കണ്ണ് വളരെ പ്രധാനം. കണ്ണാണ് നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനമായിട്ട് വരിക. അതായത് പ്രകടമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം തരുന്നത് കണ്ണിലൂടെയാണ്. സന്തോഷം ഉണ്ട് എന്നുള്ളത് കണ്ണിൽ നോക്കിയാൽ മനസ്സിലാവും. മുഖം നോക്കിയാൽ ചിലപ്പം മനസ്സിലായിക്കൊള്ളുന്നില്ല, മുഖം ചിലപ്പം ചിരിക്കുന്ന മുഖാവും, പക്ഷെ കണ്ണിൽ നോക്കിയാൽ കരയാണെന്ന് ചിലപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ചിരിക്കുന്നതൊക്കെ നേരെ വിപരീതമായിട്ടുള്ള അർത്ഥത്തിലാണ്, കണ്ണ് നോക്കിയാലും മനസ്സിലാവുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആ കണ്ണ് വ്യക്തമാവുക ആ കണ്ണുകളിൽ നോക്കിയാലാണ്. അത്രയും വ്യക്തമായിട്ട് വേറെ എവിടെ നോക്കിയാലും മനസ്സിലാവില്ല എന്ന് പറയാം. അപ്പോ ഇത് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ പുഷ്കരം എന്ന് പറഞ്ഞ താമരയാണ്. ആ താമര എന്ന് പറയുന്നത് സാധാരണ കണ്ണിന്റെ കാര്യത്തിൽ ശരി, ഈ താമര തന്നെ ഇപ്പൊ ഇങ്ങനെ വെള്ളത്തിലായാലും കുറച്ചൊന്ന് പൊങ്ങിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇളകുന്നൊക്കെ കാണുമ്പോൾ അതിനൊരു നല്ലൊരു ഭംഗിയാണ്. അപ്പോ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള എന്നുള്ള ഒരു സൗന്ദര്യത്തിന്റെ ഒരു സൂചനയും കൂടിയാണ് ഈ പുഷ്കരം എന്നുള്ള വാക്ക്. അപ്പൊ അങ്ങനെ സൗന്ദര്യത്തോടു കൂടിയ എന്നുള്ള അർത്ഥത്തിലും ഈ ഒരു പദം പ്രയോഗിക്കും, പുഷ്കര അക്ഷ. അതുപോലെ തന്നെ സന്തോഷം സമാധാനം ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാവാൻ കണ്ണുകളിൽ നോക്കിയാൽ മതി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ സന്തോഷം സമാധാനവും ഒക്കെ അവനവന് കൊണ്ടുതരുന്നയാൾ. എനിക്ക് സന്തോഷം സമാധാനം ഒക്കെ വേണമെങ്കിൽ അത് തരുന്നയാൾ എന്നുള്ള അർത്ഥത്തിലും കൂടെ വിശാലമായിട്ട് ഈ പുഷ്കരാക്ഷ എന്നുള്ള അർത്ഥം പ്രയോഗിക്കാം. ഇതൊക്കെ ചെറിയ വാക്കാണ്. ഈ അർത്ഥത്തിന്റെ ആ വാക്കിന്റെ അർത്ഥം മാത്രമല്ലാതെ ഉള്ളിലേക്ക് കൂടി ചിന്തിക്കുമ്പോൾ ഉള്ള അർത്ഥങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അങ്ങനെ പുഷ്കരാക്ഷ, പുഷ്കര അക്ഷ. പിന്നെ സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷ. ഈ ശ്ലോകമായിട്ട് വരുമ്പോ പുഷ്കരാക്ഷ എന്നുള്ളത് പുഷ്കരാക്ഷോ എന്നായിട്ട് മാറുകയാണ് ചെയ്യുക. ഈ പുഷ്കരാക്ഷ എന്നുള്ളതിന് നാമപദം എങ്ങനെയാണ് വരിക? ചതുർത്ഥി ആവണല്ലോ. അപ്പൊ പുഷ്കരാക്ഷായ എന്ന് വരും. അപ്പൊ പുഷ്കരാക്ഷായ നമ, പുഷ്കരാക്ഷായ നമ. അപ്പോ പിന്നെ സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ. അടുത്തത് മഹാസ്വന, മഹാസ്വന എന്ന് വരും.
മഹാസ്വന. മഹാസ്വന എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? മഹാ എന്ന് പറഞ്ഞാൽ വലിയ എന്നൊക്കെ അർത്ഥം. സ്വനം എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം, മലയാളത്തിലൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്, ശബ്ദം എന്നുള്ള അർത്ഥം. ഇപ്പൊ മഹാസ്വനം എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദം എന്നർത്ഥം. ഈ വലിയ ശബ്ദം എന്ന് പറഞ്ഞാൽ പൊതുവെ ഇടിമുഴക്കത്തിനൊക്കെയാ പറയുക, ഇടിമുഴക്കം എന്നുള്ള അർത്ഥം. അപ്പോ വലിയ ശബ്ദത്തോടു കൂടിയ എന്നുള്ള അർത്ഥം. അപ്പൊ എന്താണ് ഈ വലിയ ശബ്ദം? വലിയ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇടിമുഴക്കം എന്നാണെങ്കിലും ഈ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദം എന്ന് കണക്കാക്കേണ്ട ആവശ്യമില്ല. അത് ശബ്ദം എന്ന് പറയുന്നത് എന്തിനാണ്? കേൾക്കാനാണ്. അപ്പൊ വലിയ ശബ്ദം ഉണ്ടാകുമ്പോഴാണ് കേൾക്കുക. ആ വലിയ ശബ്ദത്തെയാണ് സ്വീകരിക്കുക. അപ്പൊ ഈ പറഞ്ഞത് കൊണ്ടൊക്കെ ആ മഹാസ്വന എന്നുള്ള വാക്കിന് നമുക്ക് ശബ്ദം കേൾക്കുന്നയാൾ എന്നുള്ളൊരർത്ഥം എടുക്കാം. ശബ്ദത്തെ മനസ്സിലാക്കുന്നയാൾ. ശബ്ദം എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ അറിഞ്ഞു വിളിക്കുക, ആ ഹൃദയം കൊണ്ട് വിളിക്കുക. ആ വിളിക്കുന്ന സമയത്ത് അതിനെ മനസ്സിലാക്കുന്ന എന്നർത്ഥം വരും. പിന്നെ പലതരത്തിലുള്ള ഈ വേദങ്ങളൊക്കെ പറയല്ലോ, വേദങ്ങള്, ഋഗ്വേദം, യജുർവേദം, ഈ പിന്നെ ഓരോന്നിൽ നിന്നും ഓരോരോ ഉപനിഷത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. ഈ ഇതിലൊക്കെ ആയിട്ട് ഈ വിഷയങ്ങളൊക്കെ കുറേശ്ശെ ആയിട്ട് വരുന്നുണ്ട്. ഈ ഹൃദയം കൊണ്ട് വിളിച്ചാൽ എന്നുള്ള അർത്ഥത്തിലുള്ള വിഷയങ്ങൾ പല ദിക്കിലും വരുന്നുണ്ട്. വേദങ്ങളിലൊക്കെ വരുന്നുണ്ട്, ഉപനിഷത്തുക്കളിൽ, ബൃഹദാരണ്യകോപനിഷത്തിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും പിന്നെ വേറൊരു അർത്ഥം ഈ വായു ആയിട്ട്, വായു ആകാശം ആയിട്ട് ബന്ധപ്പെട്ടതാണ് ശബ്ദം. ആകാശം വായു, വായു ആകാശത്തിൻ്റെതായിട്ടുള്ള ശബ്ദം വായുവിന്റെ സഹായത്തോടു കൂടിയാണ് നമുക്ക് കേൾക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വായു ആയിട്ടുള്ള ഒരു ചെറിയൊരു ബന്ധവും കൂടി പറയാം. അപ്പോ ബന്ധം പറയുന്ന സമയത്ത് ഈ ശ്വാസങ്ങൾ എന്നുള്ള അർത്ഥത്തില്, വേദങ്ങൾ നമ്മുടെ ശ്വാസങ്ങൾ എന്നൊക്കെയുള്ള അർത്ഥത്തില് ഇതിനെ പ്രയോഗിക്കാം. ഭഗവാന്റെ ശ്വാസം എന്നുള്ള അർത്ഥത്തില് ആണ് വേദങ്ങളെയൊക്കെ നമ്മൾ പറയാം. ആ വേദങ്ങളെ പുറത്തേക്ക് പുറപ്പെടുവിച്ച ആൾ, അപ്പൊ അതൊരു ശബ്ദമായിട്ടാണല്ലോ വരിക. അപ്പൊ അങ്ങനെയുള്ള ആ മഹത്തായിട്ടുള്ള ശബ്ദം പുറത്തേക്ക് പുറപ്പെടുവിച്ച ആൾ, ആ വേദം എന്ന് പറയുന്നത് ഭഗവാന്റെ ശ്വാസമായിട്ട് പറയും. ആ ശ്വാസം പുറത്തേക്ക് കൊണ്ടുവന്നയാൾ. അപ്പൊ വേദത്തെ പുറത്തേക്ക്, അറിവ്, വേദം എന്ന് പറഞ്ഞാൽ അറിവ്, ആ അറിവിനെ പുറത്തേക്ക് വിട്ടയാൾ, ശബ്ദത്തിലൂടെ പുറത്തേക്ക് വിട്ടയാൾ. അപ്പൊ അതാണ് മഹാസ്വന എന്നുള്ള, മഹാസ്വനായ എന്ന് പറയും. അപ്പൊ അങ്ങനെ സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന. ഇനി അടുത്തത് അനാദി നിധന എന്നുള്ള പദം. അനാദി നിധന. അനാദി, ആദി എന്നുള്ളത് അനു ആയിട്ടുള്ള ആള്, അതായത് ഇല്ലാത്തയാള്. ആദി ഇല്ലാത്തയാള് എന്നർത്ഥം. ആദി ഇല്ലെങ്കിൽ മരണവും ഇല്ല, അവസാനവും ഇല്ല എന്നർത്ഥം. അപ്പൊ ആദിയും അന്തവും ഇല്ലാത്ത എന്നർത്ഥത്തിലാണ് അനാദി എന്നുള്ള വാക്ക്. നിധന, അതിനൊക്കെ നിധാനമായിട്ടുള്ള എന്നർത്ഥം. ആദിയായിട്ട് ഉള്ള ആള്, അനാദി നിധന, അതായത് ഒരിക്കലും മാറ്റമില്ലാത്ത എന്നുള്ള അർത്ഥം എടുക്കാം. അനാദി നിധാനം, പിന്നെ മാറ്റമില്ലാതെ നിൽക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ് ഈ അനാദി നിധന എന്നുള്ള പേര് പ്രസിദ്ധമായിട്ട് വരുന്നത്. അപ്പൊ നിധന എന്നുള്ളത് അകാരാന്തമായിട്ടാണ് അതിന്റെ നാമപദം വരുന്നത്, നിധനായ എന്നാണ്. അപ്പൊ അനാദി നിധനായ നമ എന്ന് വരും. അനാദി നിധന, അത് ശ്ലോകമായിട്ട് വരുമ്പോ അനാദി നിധന എന്നുള്ള വിസർഗം ഓ എന്നായിട്ട് അനാദി നിധനോ എന്ന് വരും. അടുത്തത് ധാതാ. ധാതാ എന്നുള്ള പദം, അത് ധാത എന്നുള്ളത് ഋകാരാന്തായിട്ടുള്ള പദമാണ്. ധാതാ, ധാതാരോ, ധാതാര
ഹേ ധാത, ഹേ ധാതാരോ, ഹേ ധാതാര, ധാതാരം ധാതാരോ ധാതൃൻ, ധാത്രാ ധാതൃഭ്യാം ധാതൃഭി, ധാത്രേ ധാതൃഭ്യാം ധാതൃഭ്യാന്ന് വരും. അപ്പൊ ധാത്രേ എന്നാണ് ചതുർത്ഥി രൂപമായിട്ട് വരിക. അപ്പൊ ധാത്രേ നമ, ധാത്രേ നമ. അവിടെ ധാ എന്നുള്ള അക്ഷരമൊക്കെ ശ്രദ്ധിക്കണം. ധാത്രേ നായി പോകരുത് എന്നർത്ഥം. ധാ എന്നുള്ള ഘോഷാക്ഷരാണ്. അപ്പൊ ധാത്രേ നമ. ഇപ്പൊ സാധാരണ ധാതാവ് എന്ന് പിന്നെ ബ്രഹ്മാവിനൊരു പേരുണ്ട് ധാതാവ് എന്ന്. അത് ആ കർമ്മമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പേരാണ് ധാത എന്നുള്ളത്. അപ്പോ ഈ വാക്കിന്റെ അർത്ഥം പൊതുവെ ഈ നാമങ്ങള്, രൂപങ്ങള്, അതൊക്കെ ഉള്ളതായിട്ടുള്ള ഈ രൂപം ഒക്കെ ഉള്ളതായിട്ടുള്ള ലോകമുണ്ട്. ആ ലോകത്തിന് തന്നെ ഒരു ചെറിയ ഘടകമായിട്ടുള്ള ആളാണ് ധാത എന്നുള്ളത്. അതായത് ഏത് തരത്തിലുള്ള അനുഭവങ്ങള്, ഏത് തരത്തിലുള്ള മേഖലകള്, അതിനൊക്കെ കാരണക്കാരൻ എന്നർത്ഥം. പിന്നിൽ നിന്നും അതിനൊക്കെ ഒരു താങ്ങ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, തുണയ്ക്കുക ചെയ്യുന്നയാളെന്നർത്ഥം. അനുഭവ പരിചയങ്ങള്, അതൊക്കെയാണ് ധാത എന്നുള്ള വാക്കിന് അർത്ഥം. ധാത. അപ്പോ സ്വയംഭൂ അല്ല, അനാദിനിധനോ ധാത എന്ന് പറയും. പിന്നെ വിധാത എന്നാണ് അടുത്ത പദം. വിധാത. അപ്പൊ വിധാത എന്നുള്ളതിനും നമ്മള് ബ്രഹ്മാവ് എന്നുള്ള അർത്ഥം പറയാറുണ്ട് പൊതുവെ. വിശേഷത്വം കൽപ്പിച്ചു കഴിഞ്ഞാൽ വിധാതാവായി. നമ്മൾ നേരത്തെ പറഞ്ഞ ധാതാവിന് വിശേഷത്വം കൽപ്പിച്ചാല് വിധാതാവായി ശരിക്കും. അതായത് നമ്മുടെ എല്ലാ കർമ്മം, ആ കർമ്മഫലം, ആ ഫലങ്ങളെയൊക്കെ വിതരണം ചെയ്യുന്നയാള്, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നയാള്, കർമ്മങ്ങളുടെയും ആ കർമ്മഫലങ്ങളുടെയും ഒക്കെ വിതരണ ചെയ്യുന്ന ആളാണ് വിധാത. ഈശ്വരൻ എന്ന് പറഞ്ഞാല് പിന്നെ ഒരു വിതരണക്കാരനാണ് എന്ന് പറയും. സർവ കർമ്മഫലദാത ഈശ്വര എന്ന് പറയും. അത് തന്നെയാണ് വിധാത. അതായത് പലതരത്തിലുള്ള സത്യങ്ങളുണ്ടല്ലോ, ആ സത്യങ്ങളുടെയും ഒക്കെ ഈ പ്രപഞ്ചത്തിന്റെ ആ സത്യങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ള ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ നിന്ന് തുണയ്ക്കുന്നതാണ്. പ്രകൃതിയുടെ പല പല നിയമങ്ങളുണ്ട്, പല നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ പിന്നെ പുറപ്പെടുവിക്കുന്നയാള് എന്ന് പറയാം. അതിനെയൊക്കെ കൽപ്പിക്കുക ചെയ്യുന്നുണ്ട്. ആ കൽപ്പിച്ച വിഷയങ്ങള് മറ്റുള്ള എല്ലാവരും പേടിയോട് കൂടിയിട്ട് കാണുന്നുണ്ട്. അതായത് എവിടെയും ഈ ആളുടെ നിയമങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വിധാത. അതായത് സൂര്യന്റെ പ്രകാശം, സൂര്യന് പ്രകാശം ഉണ്ടല്ലോ, അത് ഹൃദയം എന്ന് പറയുന്നത് അഗ്നിയാണ്, പഞ്ചസാരയിൽ മധുരം എന്നുള്ളത്. അപ്പൊ ഓരോന്നിലും ഓരോരോ വിഷയങ്ങളുണ്ട്. ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ വേദന, നന്മയൊക്കെ ഉണ്ടെങ്കിൽ അവരിലുള്ള സന്തോഷം, ഇതൊക്കെ അവരുടെ ഓരോരുത്തരുടെയും സ്വഭാവമാണ്. ആ സ്വഭാവം എന്നുള്ളത് എല്ലാവരും, ഇതൊരു നിയമമാണ്, അത് എല്ലാവരും പാലിക്കേണ്ട സംഗതിയും ആണ്. അതിൻ്റെയൊക്കെ പിന്നില്, ആ നിയമങ്ങളുടെയൊക്കെ പിന്നില് ആർക്കും ഭേദിക്കാനാവാത്ത, എന്താ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത് എന്നൊരാൾക്ക് ചോദിക്കാനില്ല. അങ്ങനെയുള്ള ഒരാള്, ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നിയമം, ആ നിയമമാണ് വിധാത എന്നുള്ള. ഈ ധാത എന്ന് ചൊല്ലുന്നത് പോലെ തന്നെയാണ് വിധാത ഈ ചതുർത്ഥി ചെല്ല. വിധാത്രേ എന്നാവുന്നു മാത്രം, വി എന്നും കൂടി ചെല്ലും. അപ്പൊ വിധാത്രേ നമ. അപ്പോ അനാദിനിധനോ ധാത വിധാത. അടുത്തത് ധാതുരുത്തമ. ധാതു ഉത്തമ, ധാതു ഉത്തമ, ധാതാവ് ഉത്തമ, ധാതുരുത്തമ. അതായത് ഉള്ളതായ പല പല വസ്തുക്കൾ, അതിനെയൊക്കെ ശക്തിപ്പെടുത്തുന്ന വിഷയങ്ങളിലല്ലോ, അതാണ് ധാതു.
ആ ധാതുക്കളിൽ ഉത്തമമായിട്ടുള്ളത് അതാണ് ധാതുരുത്തമം. സൂക്ഷ്മമായിട്ടുള്ള ധാതു എന്നൊക്കെ പറയാം. അതൊക്കെ നിലനിൽക്കുന്ന, അതായത് ഏറ്റവും ഉള്ളിലുള്ളത് അതൊരിക്കലും നശിക്കില്ല. ചിത്ത്, ചൈതന്യം മാത്രമായിട്ടുള്ളത്, ചിത്ത് ആയിട്ടുള്ള ധാതു, അതാണ് ധാതുരുത്തമ. പിന്നെ ഈ ചില ദിക്കിലൊക്കെ ഈ ധാതു ഉത്തമ രണ്ടായിട്ടും പറഞ്ഞിട്ടുണ്ട്, ധാത്രേ നമ ഉത്തമായ നമ. അപ്പൊ അത് അങ്ങനെ ഒരു തരത്തിലും ചിലതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. ധാതുരുത്തമ എന്നുള്ളത് ധാത്രേ ഉത്തമായ, അങ്ങനെയും ചില ദിക്കിലൊക്കെ ചില വ്യാഖ്യാനത്തിൽ കാണുന്നുണ്ട്. ധാതുക്കളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, ഉത്തമം, ഉത്തമം എന്നുള്ള വാക്കിന്റെ ഉത്തമം, ഏറ്റവും ഉള്ളിലേക്ക് പോയിട്ട്, തമം എന്ന് പറഞ്ഞാൽ പരമകാഷ്ഠയാണ്, അവിടെ നിൽക്കുന്ന എന്നുള്ള അർത്ഥം. സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമ. നമുക്കൊന്ന് ചൊല്ലി പഠിക്കാം. സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമ. സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമ. സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമ. അതില് ശ്രദ്ധിക്കേണ്ട അനാദിനിധനോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്, ചിലപ്പം മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അനാദിനിധനോ, നിധനം. അപ്പോ സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോധാതാ വിധാതാ ധാതുരുത്തമ. അപ്പൊ ഇനി ആറാമത്തെ ശ്ലോകം നമുക്ക് മനസ്സിലാക്കാം. ആറാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് അപ്രമേയോ ഋഷീകേശ പത്മനാഭോമരപ്രഭു വിശ്വകർമാ മനുസ്ത്വഷ്ടാ സ്ഥവിഷ്ഠസ്ഥവിരോ ധ്രുവ. അപ്പോ പദങ്ങൾ നോക്കുമ്പോ അപ്രമേയ, ഋഷീകേശ, പദ്മനാഭ, അമരപ്രഭു, വിശ്വകർമാ, മനു, ത്വഷ്ടാ, സ്ഥവിഷ്ഠ, സ്ഥവിര, ധ്രുവ. അപ്രമേയ, ഋഷീകേശ, പദ്മനാഭ, അമരപ്രഭു, വിശ്വകർമാ, മനു, ത്വഷ്ടാ, സ്ഥവിഷ്ഠ, സ്ഥവിര, ധ്രുവ. ഓരോന്നായിട്ട് നോക്കാം. ആദ്യം അപ്രമേയ.
അപ്രമേയ, അപ്രമേയ, പ്രമേയം, പ്രമാ, പ്രമയുടെ കാരണമാണ് പ്രമേയം എന്നൊക്കെ പറയാറുണ്ട്. അപ്രമേയ അതായത് എന്തെങ്കിലും ഒരു കാര്യം, ഈ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ കാരണം പറയും. തർക്കശാസ്ത്രത്തിലൊക്കെ ഉണ്ട് പ്രമാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്രമേയം, പ്രമേയം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങള് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതിന് കാര്യകാരണ സഹിതം പറയാന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം വരുമ്പോ നമ്മൾ അതിനൊക്കെ ഇത് പ്രമേയമാണ് എന്നൊക്കെ പറയും. അപ്പൊ ആ പ്രമേയം ഇല്ലാത്ത, അതിനും അതീതമായിട്ടുള്ള ആള് നടത്തും. ഒന്നിന് അവലംബമായിട്ടുള്ള വിഷയങ്ങൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുക, അങ്ങനെയൊന്നും സാധിക്കില്ല. ഇന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മഹാവിഷ്ണു എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അപ്രമേയനാണ്, ഇന്നേ തരത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നർത്ഥം. അതായത് വിവരിക്കുന്നതിനും അതീതനാണ്. നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമൊക്കെ നമുക്ക് ആഗ്രഹിക്കാം, എന്നാൽ അതിന് മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടാൻ വിഷമമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ അപ്രമേയ എന്നുള്ള വാക്കിന്റെ അർത്ഥം വരിക. ഈ പ്രമയ്ക്ക് കാരണമായത് അതാണ് പ്രമേയം, അത് ഇല്ലാത്ത അപ്രമേയം. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെ വേണം? ആ മഹാവിഷ്ണുവായിട്ട് നമ്മൾ ഒന്നായിട്ട് മാറണം. അപ്പൊ അങ്ങനെ മാറുന്ന സമയത്ത് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അപ്പോഴാണ് നമുക്കത് അനുഭവിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് അപ്രമേയ. പിന്നെയുള്ളത് ഹൃഷീകേശ. ഹൃഷീകേശ, അതിന് ഉള്ള അർത്ഥം അപ്രമേയ എന്നുള്ളത് അപ്രമേയായ എന്നാണ് ചതുർത്ഥി വരിക. അപ്രമേയായ. പിന്നെ ഇപ്പം പറഞ്ഞത് ഹൃഷീകേശ. ഹൃ എന്നാണ്, ഇറ് അല്ല, ഹൃ, ഹ, ഹൃ, ഷീകേശ, ഹൃഷീകേശ. അപ്പോ ഹൃഷീക ഈശ. അപ്പോ പുരാണത്തിലൊക്കെ പലതിക്കലും ഋഷീകേശ എന്നുള്ള പദം എന്ത് കാരണം കൊണ്ടുണ്ടായി എന്നൊക്കെ പറയും. ഋഷീകം എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥമുണ്ട്. അതായത് ഋഷീകം ഇന്ദ്രിയങ്ങൾ എന്നൊരർത്ഥമുണ്ട്. ഇന്ദ്രിയങ്ങളുടെ ഈശൻ, അതാണ് ഋഷീകേശൻ. ഋഷീകാനാം ഈശ, ഋഷീകേശ. അതായത് ഇന്ദ്രിയങ്ങൾക്കൊക്കെ അധീശൻ, എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ആൾ എന്നൊക്കെ അർത്ഥം ഋഷീകേശൻ എന്നുള്ള വാക്കിന്. ആ ആള് മഹാവിഷ്ണുവാണ്. പിന്നെ വേറൊന്ന്, ഈ ചുരുണ്ട മുടി ഇങ്ങനെ ചുരുട്ടിയവൻ എന്നൊരർത്ഥവും ചിലതില് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്ന് മാത്രം. കേശം എന്നുള്ള അർത്ഥത്തില് കൃഷി കേശ, അങ്ങനെ കേശത്തെ ചുരുട്ടിയിട്ടുള്ള ആള് എന്നൊക്കെ അർത്ഥം. അങ്ങനെ ഒരു വാക്കും ഒരു അർത്ഥവും കൂടി അതിന് പറയപ്പെടുന്നുണ്ട്. പിന്നെ സന്തോഷം എന്നുള്ളൊരു അർത്ഥമുണ്ട്, ഋഷീക. അതുപോലെ രശ്മികൾ എന്നൊരർത്ഥമുണ്ട്. രശ്മികൾ എന്ന് പറയുമ്പോൾ ഈ കിരണങ്ങൾ, രശ്മികൾ എന്നൊക്കെയുള്ള അർത്ഥം. അതിൻ്റെയും ഈശൻ. ഈശൻ എന്ന് പറയുമ്പോ കർത്താവ് എന്നൊക്കെയുള്ള അർത്ഥമാവാം. കർത്താവ് പ്രധാനപ്പെട്ട. അതുപോലെ തന്നെ രശ്മികൾ എന്ന് പറയുമ്പോൾ, കിരണങ്ങൾ എന്ന് പറയുമ്പോൾ സൂര്യനും ചന്ദ്രനും അഗ്നിയൊക്കെ ആണല്ലോ രശ്മികൾ വരിക. അതിൻ്റെയൊക്കെ ഈശൻ. പിന്നെ ഋഷീകേശ, അനാദിവിധനോദാതവിധ അപ്രമേയോ ഹൃഷീകേശ.
അപ്രമേയ എന്നുള്ളത് അപ്രമേയായ എന്ന് പറഞ്ഞു. കൃഷികേശ എന്നുള്ളത് കൃഷികേശായ എന്നും രൂപം വരും. അങ്ങനെ കൂടി ഈ ശ്ലോകമായിട്ട് ചെല്ലുമ്പോൾ അപ്രമേയ എന്നുള്ളത് അപ്രമേയോ എന്നാവും. ഋഷികേശ, അപ്രമേയോ ഋഷികേശ. അടുത്തത് പത്മനാഭ. പദ്മനാഭ, പദ്മനാഭ, പദ്മനാഭ. അങ്ങനെ രണ്ട് പദങ്ങളാണ്. പദ്മ എന്നൊരു പദം, നാഭ എന്നുള്ളൊരു പദം. പദ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം താമര എന്നാണ്. നാഭ എന്നുള്ളത് നാഭിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നാഭി. അപ്പൊ നാഭിയില് പദ്മം ഉള്ളയാള്, അതാണ് പത്മനാഭൻ. നാഭിയില് പത്മത്തോടു കൂടിയ ആള്, നാഭിയിൽ നിന്നും പദ്മം ഉണ്ടായ ആള് എന്നൊക്കെ അർത്ഥം. സാധാരണ നിലയ്ക്ക് ഈ ബ്രഹ്മാവ് ഉണ്ടായത് ആ നാഭിയില് ഉള്ള പത്മത്തിലാണ്. ബ്രഹ്മാവിന്റെ ഇരിപ്പിടം എന്നർത്ഥം. പത്മനാഭൻ ബ്രഹ്മാവിന്റെ ഇരിപ്പിടമാണ്. നാഭി പത്മത്തിലുണ്ടായ ആളാണ് പത്മജൻ, ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന്റെ ഇരിപ്പിടമായിട്ടുള്ള എന്നൊരു അർത്ഥം. സാധാരണ നിലയ്ക്ക് ഈ താമര എന്ന് പറയുന്നത്, പദ്മം എന്നൊക്കെ പറയുന്നത്, പിന്നെ പലതരത്തിലുള്ള സത്യങ്ങൾ, അതുപോലെ പ്രകടമായിട്ടുള്ള പലതരത്തിലുള്ള ശക്തികൾ, അതിനെയൊക്കെയാണ് കൽപ്പിക്കുക. ആ അവിടെ നിന്ന് കഴിവുകൾ എന്നൊക്കെ, ആ കഴിവിൽ നിന്ന് ശക്തിയായിട്ട് വന്നിട്ട് അവിടെയാണ് ബ്രഹ്മാവ് ഉണ്ടായത്. ശക്തിയാണ് ശരിക്കും പദ്മം, ശക്തി. ആ ശക്തിയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത്. ആ ബ്രഹ്മാവാണ് ഈ ശക്തിയുടെ ഇരിപ്പിടത്തോടു കൂടിയിട്ട് പിന്നെ സൃഷ്ടി നടത്തുന്നത്. അതുകൊണ്ട് ശക്തിയെ കുറിക്കുന്നതാണ് ഈ പദ്മം എന്ന് പറയുന്നത് എന്നർത്ഥം. പലതരത്തിലുള്ള ശക്തികളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ആള് എന്നർത്ഥം. പിന്നെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ, ആ ശബ്ദത്തിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള, പലതരത്തിലുള്ള ചിന്തകൾ ആയിട്ട് മാറിയ അതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള, ഇതിലൊക്കെ താമര എന്ന് പറയുന്നത് സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവിന്റെ ഇരിപ്പിടമാണ്. അപ്പൊ അതൊക്കെ തന്നെ ആ ഇരിപ്പിടമായിട്ടുള്ള ആ പിന്നെ താമരയ്ക്കും ഇരിപ്പിടമായിട്ടുള്ള, താമരയിലാണ് ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിന്റെ ഇരിപ്പിടം താമര, ആ താമരയും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിൽ മഹാവിഷ്ണു. പത്മനാഭ, അവിടെ പത്മനാഭായ എന്ന് വരും. പദ്മനാഭായ അകാരാന്തായിട്ടുള്ള രൂപമാണ് പത്മനാഭ. അവിടെ പത്മനാഭായ എന്ന് വരും. അടുത്തത് അമരപ്രഭു. അമരപ്രഭു, അമരന്മാരുടെ പ്രഭു എന്നർത്ഥം. സാധാരണ നിലയ്ക്ക് നമുക്കറിയാം അമരന്മാര് എന്ന് പറഞ്ഞാൽ ദേവന്മാരാണ്. അമര, നിർജ്ജര, ദേവ. അമര എന്ന് പറഞ്ഞാൽ ദേവന്മാർ എന്നുള്ള അർത്ഥത്തിലാണ്. അമര പ്രഭു, അമരന്മാരുടെ പ്രഭു, ദേവന്മാരുടെയൊക്കെ പ്രഭു, പ്രഭുത്വം ഉള്ളയാള്. പ്രഭു എന്ന് പറഞ്ഞാൽ സാധാരണ കർത്താവാണ്. ദേവന്മാരൊക്കെ ഉണ്ടാവാൻ കാരണക്കാരനായിട്ടുള്ള ദേവന്മാരുടെ കർത്താവ് പ്രഭു. അപ്പൊ ഇന്ദ്രനടക്കമുള്ള എന്നർത്ഥം. ഇന്ദ്രനടക്കമുള്ള എല്ലാ ദേവന്മാരുടെയും എല്ലാ ദിക്പാലന്മാരുടെയും ഒക്കെ പ്രഭുവായിട്ടുള്ള ആള്. ഇപ്പോ പിന്നെ സാധാരണ സ്രഷ്ടാവായിട്ടുള്ള ആള് മരിക്കുന്ന സമയത്ത് അതുവരെ ദേവന്മാര് ജീവിച്ചിരിക്കും. അതിനും അതീതമായിട്ടുള്ള ആൾ ആണ് ഈ ഇവിടെ വരുന്നതർത്ഥം. അമരപ്രഭു, അമരൻ എന്നുള്ള വാക്കിന് വേറൊരർത്ഥം കൂടിയുണ്ട്. ഈ അമരൻ എന്നുള്ള പേര് ദേവന്മാർക്ക് വരാനുള്ള ഒരു കാരണം മരണമില്ലാത്ത എന്നുള്ളൊരർത്ഥമാണ്. മരണം ഇല്ലാത്ത എന്നുള്ള അർത്ഥമാണ് അമരൻ എന്നുള്ള വാക്കിന് അർത്ഥം. അത് ആ ദേവന്മാർക്ക് മരണം എത്ര കാലമുണ്ട്? അവരെ സൃഷ്ടിച്ചതായിട്ടുള്ള ബ്രഹ്മാവ് ഉണ്ടാവുന്ന കാലത്തോളെ അവർക്ക് മരണം ഇല്ലാണ്ട് വരുള്ളൂ. പക്ഷേ നമ്മളിപ്പോ നേരത്തെ ഈ ഉപനിഷത്തിലൊക്കെ സാധാരണ ലൗകിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും
അല്ലാണ്ടും പറയുമ്പോൾ ഈ സ്ഥാവരം ജംഗമം എന്നുള്ള രണ്ട് തരത്തിൽ പറയുമ്പോൾ ഈ സ്ഥാവരം എന്ന് പറഞ്ഞാൽ ഇളകാത്തതൊക്കെ നമുക്ക് നമ്മുടെ വീടും സ്ഥാവരമായിട്ടുള്ള വസ്തുവാണ്. പക്ഷേ ഈ ലോകം, ഭൂമി, പ്രപഞ്ചമടക്കം ജംഗമ വസ്തുവായിട്ടാണ് ഈ ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഒക്കെ പറയുന്നത്. അതൊക്കെ നശിക്കും, അതൊക്കെ ജംഗമമാണ്. അപ്പൊ അങ്ങനെ പോലും മരണമില്ലാത്ത അതാണ് അമരൻ എന്നുള്ള, ശരിയായ അമരനാണ്. അതുകൊണ്ടും കൂടി അമര എന്നുള്ള പദം ഏറ്റവും യോജിക്കുന്നത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള മഹാവിഷ്ണുവിനാണ് എന്ന് പറയാം. അപ്പോ അമരപ്രഭു, അപ്രമേയോ ഹൃഷീകേശ, പത്മനാഭോമരപ്രഭു. അവിടെ ചൊല്ലുന്നത് ഒന്ന് ശ്രദ്ധിക്കണം, പത്മനാഭോമരപ്രഭു. അപ്പൊ നമുക്ക് ചൊല്ലുന്ന സമയത്ത് പലപ്പോഴും വെവ്വേറെ ആക്കുമ്പോ പത്മനാഭ അമരപ്രഭു എന്നാണെന്ന് നമുക്കറിയാം. പക്ഷെ ചൊല്ലുമ്പോ ചിലപ്പോ പത്മനാഭോമരപ്രഭു എന്നൊക്കെ ആയി പോകും. അതാണല്ലോ പണ്ട് ഈ പൂന്താനം ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാറുണ്ടല്ലോ. എന്നിട്ട് പിന്നെ കളിയാക്കി, ഇങ്ങനെയല്ല ചെല്ലേണ്ടത്, കളിയാക്കി. അപ്പോ അശരീരി ഉണ്ടായി. ഞാൻ അമരന്മാരുടെ മാത്രമല്ല, ഞാൻ മരങ്ങളുടെയും പ്രഭുവാണെന്ന്, അങ്ങനെയൊക്കെ ഒരു ഇത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോ ഏതായാലും നമുക്ക് വേണ്ടത് അമരപ്രഭു എന്നുള്ള പദമാണ് ഇവിടെ വേണ്ടത്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അതങ്ങനെ ആയിപ്പോവരുത് നമ്മുടെ ചൊല്ലുന്നത്, അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പത്മനാഭോമര പ്രഭു ആയി പോകും. അത് പറ്റില്ല. പത്മനാഭോമര പ്രഭു, ഓമര എന്നുള്ള രീതിയിൽ വരണം. പത്മനാഭോമര എന്നുള്ള രീതിയിൽ തന്നെ വരണം. അതാണ് പത്മനാഭോമര പ്രഭു. ഓമര പ്രഭു എന്നുള്ള രീതിയിൽ ചെല്ലിയാൽ അത് ശരിയാവും. പത്മനാഭോമര പ്രഭു, അപ്രമേയോ ഋഷീകേശ, പത്മനാഭോമര പ്രഭു. ഇനി അടുത്ത വരി, അടുത്ത പദം വിശ്വകർമ്മ എന്നാണ്. വിശ്വകർമ്മ, വിശ്വകർമ്മ, വിശ്വത്തിന്റെ കർമ്മ, വിശ്വത്തെ മുഴുവൻ കർമ്മമാക്കി വെച്ചയാള്, വിശ്വത്തിന്റെ കർത്താവ് എന്നൊക്കെ അർത്ഥം. വിശ്വത്തെ കർമ്മമാക്കി വെച്ചയാള്, അപ്പൊ വിശ്വത്തെ ഉണ്ടാക്കിയ ആള് എന്നർത്ഥം. എല്ലാ ഉപകരണങ്ങളുടെയും ഒക്കെ സൃഷ്ടാവ് വിശ്വം. വിശ്വത്തിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു. ആ വിശ്വത്തിന്റെയൊക്കെ സൃഷ്ടാവ് എന്നർത്ഥം. അതിനെ ആ വിശ്വത്തിനെ കർമ്മമാക്കി വെച്ചയാള്, അതാണ് വിശ്വകർമ്മ എന്നുള്ള അർത്ഥം. എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ള ആള്. ഈ ലോകം എന്നുള്ളത് നിലനിൽക്കുന്നതാണ് എങ്കിലും ആ വിശ്വത്തിന്റെ അകത്ത് തന്നെ ആ ലോകത്ത് പൂർണ്ണമല്ലാത്ത പലതും ഉണ്ടാവും. അപ്പൊ അതിലൊന്നും അല്ലാത്ത ആളാണ്. അതുകൊണ്ടാണ് വിശ്വകർമ്മ എന്നുള്ള പേര്. കർമ്മ എന്നുള്ളത് കൊണ്ട് തന്നെ അത് നകാരാന്തായിട്ടുള്ള പദമാണ്. കർമ്മ, വിശ്വകർമ്മ, വിശ്വകർമ്മവും. കർമ്മ രാജാനോ, കർമ്മ കർമ്മണവും കർമ്മണ, കർമ്മൻ കർമ്മണവും കർമ്മണ, കർമാണം കർമാണവും കർമ്മണ, കർമ്മണ കർമ്മഭ്യാം കർമ്മഭി കർമ്മണേ എന്ന് വരും. അപ്പൊ വിശ്വകർമ്മണേ എന്നാണ് പദമായിട്ട് വരിക. അപ്പോ നാമം വരുമ്പോ വിശ്വകർമ്മണേ നമ എന്ന് വരും. വിശ്വകർമ്മ. അടുത്തത് മനു എന്നുള്ളത്. മനു എന്നുള്ളത് ഉകാരാന്തായിട്ടുള്ള രൂപമാണ്. മനു, മനവ. അപ്പൊ അതിന്റെ ചതുർത്ഥി വരിക മനവേ എന്നാണ്. അപ്പൊ മനവേ നമ, മനവേ നമ. വിശ്വകർമ്മ മനു. മനു എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? മനനശീലൻ. അതാണ് മനു. മനനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാല് ഉള്ളിൽ ഇങ്ങനെ കുറെ പ്രാവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്നതിനാണ് മനനം ചെയ്യുക, ഉരുവിടുക എന്നൊക്കെ പറയുന്നത്. അതാണ് മനനം ചെയ്യുക. അങ്ങനെ മനനം ചെയ്യുന്ന എന്നർത്ഥം. മനു എന്നുള്ളതിന് വേറൊരു അർത്ഥമുണ്ട്, മന്ത്രം. മന്ത്രങ്ങളൊക്കെ മനനം ചെയ്യാനുള്ളതാണ്, ഉരുവിടാനുള്ളതാണ്.
അപ്പൊ അതാണ് മനനശീല മനു. ഈ ഭഗവാൻ എന്ന് പറഞ്ഞാല് ഈ വേദമന്ത്രങ്ങളിലും ഒക്കെ, വേദമന്ത്രങ്ങളിലൂടെ അതിൻ്റെയൊക്കെ മന്ത്രങ്ങളുടെ രൂപത്തിലും ഒക്കെ രൂപം പ്രാപിച്ചവൻ, രൂപം പ്രാപിച്ചവൻ എന്ന് പറഞ്ഞോടാ, രൂപത്തെ പ്രകടമാക്കിയവൻ, ആ മന്ത്രങ്ങളിലും കൂടെ രൂപത്തെ പ്രകടമാക്കിയ ആള്, അതാണ് മനു എന്നുള്ള പേര് വരാൻ കാരണം. മനവേ നമ. ഇപ്പൊ വിശ്വകർമാ മനു. അടുത്തത് ത്വഷ്ട. തുവാഷ്ട. ഉച്ചാരണം ശ്രദ്ധിക്കണം. തുവ, തുവ, ത്വഷ്ട. അത് ചിലപ്പോ നമ്മളൊക്കെ ചെല്ലുമ്പോ പലപ്പോഴും പറ്റും തൊഷ്ടാന്ന് ചെല്ലും. അപ്പൊ അത് തൊഷ്ടാന്ന് ചെല്ലരുത്, അത് ദുഷ്ടാന്നൊക്കെ ആവും ചിലപ്പോ. അതൊന്നും പാടില്ല. ത്വ അത് തന്നെയാണോ? കാരണം വേഗത്തിൽ ചെല്ലുമ്പോ വിശ്വകർമ്മ മനു തൊഷ്ട, തൊഷ്ട അല്ല ത്വഷ്ട. നമ്മളൊക്കെ പൊതുവെ മടിയന്മാരാ പല കാര്യത്തിനും. അതുകൊണ്ട് ത്വ എന്നുള്ള അക്ഷരം തന്നെ തൊല്ലി ശീലിക്കണം. ത്വ മനുസ്ത്വഷ്ട. ത്വഷ്ട. ഈ ത്വഷ്ട എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? പിന്നെ ഏറ്റവും വലിയ വലിയ വസ്തുക്കൾ ഉണ്ടാവുമല്ലോ, വലിയ വസ്തുക്കളെ പോലും ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നയാള്, അതാണ് ത്വഷ്ട. അതായത് എത്ര വലുതായിക്കോട്ടെ അതിനൊക്കെ ശിഥിലീകരിച്ചിട്ട് ഈ ലോകം, ഈ കാണുന്ന ലോകത്തെ മുഴുവൻ സൂക്ഷ്മമായിട്ട് ആ ഘടകങ്ങളിലേക്ക് വലിക്കുന്നയാണ്. എന്നിട്ട് അവസാനം ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലം മാത്രമായിട്ട് നിലനിൽക്കും. അതാണ് ത്വഷ്ട എന്നുള്ള വാക്കിന്റെ അർത്ഥം. ആ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. ത്വഷ്ട. വിശ്വകർമ്മ. വിശ്വ എന്നുള്ളതിന് ശ്രദ്ധിക്കണം. വിശ്വ കർമ്മ മനുസ്ത്വഷ്ട. മനു എന്നുള്ള വിസർഗം ഉണ്ടല്ലോ, അത് സകാരായി മാറിയിട്ട് മനുസ്ത്വ. ത്വഷ്ട എന്നാണ്. അതിന്റെ കൂടെ സ് എന്നുള്ളതും കൂടി കൊടുക്കും. മനുസ്ത്വഷ്ട. വിശ്വകർമ്മ മനുസ്ത്വഷ്ട. അടുത്തത് സ്ഥവിഷ്ഠ. സ്ഥ വി ഷ്ഠ. അവിടെ രണ്ട് സ്ഥലത്ത് അധികരം ആയിട്ടുള്ള അക്ഷരം വന്നിട്ടുണ്ട്. ആദ്യം സ്ഥ എന്നുള്ള ദിക്കില് ആ ഥകാരം അധികരമാണ്. സ്ഥ വളരെ ശക്തിയിൽ തന്നെ പ്രയോഗിക്കണം. സ്ഥ. പിന്നെ വി കഴിഞ്ഞിട്ട് ഷ്ഠ. അവിടെ അതെ ഷ് കഴിഞ്ഞിട്ടുള്ള ഠകാരം അധികരാണ്. സ്ഥവിഷ്ഠ. സ്ഥവിഷ്ഠ. സ്ഥവി സ്ഥ. അതാണ് സ്ഥവിഷ്ഠ. അതായത് സ്ഥൂലമായിട്ടുള്ള അവസ്ഥ, അതിൻ്റെ പരമോന്നതമായിട്ടുള്ള വിഷയം, ഏറ്റവും പരമോന്നതമായിട്ടുള്ള സ്ഥൂലം, അത് എന്ന് പറയുന്നത് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള യാഥാർത്ഥ്യം കൂടിയാണ്. അതായത് നമ്മൾ പിന്നെ ഉള്ളിലേക്ക് പോയാലും പുറത്തേക്ക് പോയാലും ഭഗവാൻ എന്ന് പറയാം. അതിൻ്റെ ഒരു തരത്തിലുള്ള വൈരുദ്ധ്യത്തെയാണ് പറയുന്നത്. ശരിക്ക് ഉള്ളിലേക്ക് പോയാലും ഭഗവാനെ കാണാം, പുറത്തേക്ക് പോയാലും ഭഗവാനെ കാണാം എന്നൊക്കെ പറയുന്നതിൻ്റെയാണ്. അതായത് പിന്നെ വിശ്വരൂപം കാണിച്ചു എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടില്ലേ, ആ വിശ്വരൂപം കണ്ടാൽ മതി. അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോയിട്ട് ആ ഭഗവാനെ മാത്രം കാണും, അല്ലെങ്കിൽ വിശ്വരൂപം കാണും. അതാണ് സ്ഥവിഷ്ഠ. ആ സ്ഥൂലമായിട്ടുള്ള യാഥാർത്ഥ്യം, അതാണ് ശരിക്കുള്ള യാഥാർത്ഥ്യം. ഉള്ളിലേക്ക് പോയത് യാഥാർത്ഥ്യമാണ്, ഈ പുറമെ ആ വിശ്വരൂപമായിട്ടുള്ളതും യാഥാർത്ഥ്യമാണ്. കാരണം എല്ലാം ഒന്ന് എന്നുള്ള, അതൊക്കെ ഭഗവാനാണ് എന്നുള്ള അതല്ലേ വരുന്നത്. അപ്പൊ അതും യാഥാർത്ഥ്യം തന്നെയാണ്. അതിസൂക്ഷ്മം മാത്രമല്ല അതിസ്ഥൂലമായിട്ടുള്ളതും എന്നുള്ള അർത്ഥത്തിൽ സ്ഥവിഷ്ഠ. അത് വിശ്വരൂപമാണ് ശരിക്കും. ആ വിശ്വരൂപത്തിൽ നിൽക്കുന്ന, സ്ഥൂലത്തില് സത്യമായിട്ട് വരുന്ന എന്നൊക്കെയുള്ള അർത്ഥം. അതാണ് സ്ഥവിഷ്ഠ. വിശ്വകർമാ മനുസ്ത്വഷ്ട സ്ഥവിഷ്ഠ. അടുത്തത് സ്ഥവിര ധ്രുവ. സ്ഥവിര.
സ്ഥവിര ധ്രുവ. അപ്പൊ അത് വളരെ പഴയത്. അതുപോലെ ധ്രുവ എന്നുള്ള വാക്കിന് ഉറച്ചത് എന്നർത്ഥം. സ്ഥവിരോ ധ്രുവ, ഉറച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുക. ധ്രുവൻ എന്നുള്ള പറഞ്ഞാൽ ഉറച്ചയാളാണ്, ഉറച്ചത്. പിന്നെ സ്ഥവിരൻ എന്ന് പറഞ്ഞാല് വളരെ പഴയത്, അതുപോലെ ഉറച്ചത്. ധ്രുവൻ എന്ന് പറയുമ്പോൾ ഉറച്ചത്. ഓരോന്നിന്റെ കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടല്ലോ, ആ കണക്കുകൂട്ടലിന്റെ ഒക്കെ ഒരടിസ്ഥാനമായിട്ടുള്ള, അതിനൊക്കെ ഒരു മാനദണ്ഡം വരുന്ന രീതിയിലുള്ള, ഈ പുരാതനമായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലൊക്കെ അതിൻ്റെയൊക്കെ ഉപജ്ഞാതാവ് എന്നൊക്കെ പറയാം, അതിൻ്റെയൊക്കെ നിർമ്മാതാവ് ആയിട്ടുള്ള ആളാണ് സ്ഥവിരോ ധ്രുവ. അപ്പൊ അത് രണ്ടായിട്ട് പറയുമ്പോൾ സ്ഥവിരായ ധ്രുവ, ധ്രുവായ എന്ന് വരും. നാമത്തിൽ ചിലപ്പോൾ സ്ഥവിരായ ധ്രുവായ എന്ന് ഒരുമിച്ച് വരും. സ്ഥവിരായ ധ്രുവായ നമ എന്ന് വരും, ഒരുമിച്ച് ഒറ്റ പദമായിട്ട് വരും ചിലതിലൊക്കെ, പലതരത്തിൽ. അത് നമുക്ക് വേറെ ഒന്നുകൂടി അതും കൂടിയായിട്ട് പഠിച്ചു പോവാം. ഏതായാലും സ്ഥവിരായ ധ്രുവായ, സ്ഥവിരോ ധ്രുവ. അപ്രമേയോ ഹൃഷീകേശ പദ്മനാഭോമര പ്രഭു വിശ്വകർമാ മനുസ്ത്വഷ്ട സ്ഥവിഷ്ഠസ്ഥവിരോ ധ്രുവ. അപ്രമേയോ ഹൃഷീകേശ പദ്മനാഭോമര പ്രഭു വിശ്വകർമാ മനുസ്ത്വഷ്ട സ്ഥവിഷ്ഠസ്ഥവിരോ ധ്രുവ. അപ്രമേയോ ഹൃഷീകേശ പദ്മനാഭോമര പ്രഭു വിശ്വകർമാ മനുസ്ത്വഷ്ട സ്ഥവിഷ്ഠസ്ഥവിരോ ധ്രുവ. സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമ. അപ്രമേയോ ഹൃഷീകേശ പദ്മനാഭോമര പ്രഭു വിശ്വകർമാ മനുസ്ത്വഷ്ട സ്ഥവിഷ്ഠസ്ഥവിരോ ധ്രുവ. ഞാനൊന്ന് ചൊല്ലാം, ഒരുമിച്ച് ചൊല്ലാം, ഒരുമിച്ച് ചൊല്ലിയാൽ മതി. സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമ. അപ്രമേയോ ഹൃഷീകേശ പദ്മനാഭോമര പ്രഭു വിശ്വകർമാ മനുസ്ത്വഷ്ട സ്ഥവിഷ്ഠസ്ഥവിരോ ധ്രുവ. അപ്പൊ ഇന്ന് തൽക്കാലം ഇത്രയിൽ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇത് നിർത്തിയതിനു ശേഷം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.